ചില സഭകളുടെ വിശുദ്ധന്മാരും വിജാതീയ ദേവന്മാരും തമ്മിൽ ആത്മീയ ബന്ധമുണ്ടോ എന്ന് നാം പരിശോധിക്കണം. വിശുദ്ധരോടുള്ള ഭക്തി, നേർച്ച, വിഗ്രഹങ്ങൾക്കർപ്പിച്ച ഭക്ഷണം, മന്ത്രവാദം എന്നിവ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നാം പരിശോധിക്കണം. കോഴിവെട്ടും ചാരായ നേർച്ചയും മന്ത്രവാദവുമൊക്കെ സഭകളിൽ ന്യായീകരിക്കുവാൻ കഴിയുമോ? ഈ കാര്യങ്ങളെപ്പറ്റി നമുക്ക് അല്പമായിട്ടൊന്ന് ചിന്തിക്കണം. ഇതേപ്പറ്റി മിസ്റ്റർ ബോബി തോമസ് എഴുതിയ ക്രിസ്ത്യാനികൾ എന്ന പുസ്തകം DC ബുക്സ് കോട്ടയം 2016 പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൻ്റെ 235-36 മുതലുള്ള ഭാഗത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം ഞാനൊന്ന് വായിക്കാം. പുതുപ്പള്ളി സെൻറ്റ് ജോർജ് പുണ്യവാളനും സമീപത്തുള്ള ഭദ്രകാളി ദേവിയും സഹോദരിയും സഹോദരനുമാണെന്ന വിശ്വാസം പഴമക്കാരുടെ ഓർമ്മകളിലുണ്ട്. ക്ഷേത്രത്തിലെ കാളി തനിക്ക് കിട്ടുന്ന ബലിയിൽ നിന്ന് രക്തം മാത്രം പാനം ചെയ്ത് മാംസം ജോർജ് പുണ്യവാളനായി മാറ്റിവെക്കാറുണ്ടായിരുന്നു. മണർകാട് ക്ഷേത്രത്തിലെ കണ്ണകി ദേവിയും സമീപത്തുള്ള ദേവാലയത്തിലെ വിശുദ്ധ മറിയവും സഹോദരിമാരായാണ് കഴിഞ്ഞത്. ഒരാളുടെ പേരിലുള്ള വിശ്വാസ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ മറ്റൊരാൾക്ക് ആദരവ് പ്രകടമാക്കിയിരുന്നു. സെയിൻറ്റ് ജോർജും വിഷ്ണുവും സഹോദരന്മാരാണെന്ന വിശ്വാസമുണ്ടായിരുന്നതായി ബിഷപ്പ് പൗലോസ് മാർ ഗ്രിഗോറിയോസാണ് പറഞ്ഞത്. രണ്ട് വിഭാഗങ്ങളിലുമുള്ളവരുടെയും പ്രദക്ഷിണങ്ങൾ മറ്റേ സഹോദരൻ്റെ അടുത്തെത്തുമ്പോൾ വണങ്ങലുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വിശ്വാസവും ആചാരവും ഇങ്ങനെ പരസ്പരം ഇടകലർന്നാണ് കിടന്നിരുന്നത്. സെയിൻറ്റ് തോമസും കുരിശുമെല്ലാം മാന്ത്രികമായ ശക്തിയുടെ പ്രതീകങ്ങളായി ഹിന്ദു മനസ്സുകളിലും നിലനിന്നു. കോഴിബലികൾ ഹിന്ദു ആരാധനയിലും ക്രൈസ്തവ ചടങ്ങുകളിലും ഒരേപോലെ വ്യാപകമായി നിലനിന്നു. അമ്പലപ്പുഴയിൽ ശിവഘോഷയാത്രയ്ക്ക് ക്രിസ്ത്യാനികളുടെ സഹായമുണ്ടായിരുന്നു. ശിവനോടൊപ്പം സെയിൻറ്റ് തോമസിൻ്റെ പ്രതിമയും ഈ ഘോഷയാത്രയിൽ ഉൾപ്പെടുത്തപ്പെട്ടിരുന്നതായി പറയുന്നു. കൊടുങ്ങല്ലൂർ ഭഗവതിയും സെയിൻറ്റ് തോമസും തങ്ങളുടെ മതങ്ങളുടെ മാഹാത്മ്യത്തെപ്പറ്റി പരസ്പരം തർക്കിക്കുന്നതിൻ്റെ ഒരു കഥയുണ്ട്. തർക്കം രൂക്ഷമായപ്പോൾ സംസാരം നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നിയ ഭഗവതി നദിയിൽ ചാടി നീന്തി ക്ഷേത്രത്തിലേക്ക് പോയി. സെയിൻറ്റ് തോമസും പുറകെ പിന്തുടർന്നു. ഭഗവതി ക്ഷേത്രത്തിലേക്ക് കടന്നു. ക്ഷേത്രവാതിൽ അടയ്ക്കാതിരിക്കാനായി സെയിൻറ്റ് തോമസ് അവിടെ കാലുവെച്ചു. അങ്ങനെ രണ്ടുപേരും ക്ഷേത്രവാതിൽ കല്ലായി മാറും വരെ അങ്ങനെ നിന്നു. കൊടുങ്ങല്ലൂർ പ്രചാരത്തിലുണ്ടായിരുന്ന കഥ അനന്തകൃഷ്ണയ്യർ കൊച്ചിൻ ട്രൈബ്സ് ആൻഡ് ഖാസ് എന്ന കൃതിയിൽ 1920 രേഖപ്പെടുത്തി. രണ്ട് മതങ്ങളുടെയും വിശ്വാസ ആചാരങ്ങൾ കയറിയും ഇറങ്ങിയും ഇടകലർന്ന് കിടന്നു. ഇതാണ് ബോബി തോമസ് ക്രിസ്ത്യാനികൾ എന്ന പുസ്തകത്തിൽ 235-36 പേജുകളിൽ എഴുതിയിരുന്നത്. അത് DC ബുക്സ് കോട്ടയം പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് 2016. അപ്പോൾ ഈ സഭയുടെ വിശുദ്ധരും വിജാതീയ ദേവന്മാരും തമ്മിൽ ആത്മീയ ബന്ധമുണ്ടോ? എന്താണ് ആ ബന്ധം? അത് നമ്മൾ അല്പമായിട്ട് ഒന്ന് പരിശോധിക്കാം. അർത്തുങ്കലും ശബരിമലയും തമ്മിൽ ബന്ധമുള്ളതായ സൂചനകളാണ് ലഭിക്കുന്നത്. ശബരിമല അയ്യപ്പനും അർത്തുങ്കൽ സെബസ്ത്യാനോസും തമ്മിൽ ആത്മീയ ബന്ധമുണ്ടെന്ന് താഴെ പറയുന്ന വസ്തുതകൾ വ്യക്തമാക്കുന്നു. സൃഷ്ടികളെ ആരാധിക്കുന്നതാണ് ലോകമതങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ കാരണമാകുന്ന പ്രധാന ഘടകം. എക്യുമെനിസത്തിൻ്റെ തനിനിറം ഇവിടെ കാണാവുന്നതാണ്. ഇതേപ്പറ്റി മലയാള മനോരമ 2002 ജനുവരി 17 വ്യാഴാഴ്ച എഴുതിയ അർത്തുങ്കൽ തിരുനാൾ നട തുറക്കൽ നാളെ എന്ന ഒരു ലേഖനത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം പള്ളിയുടെ നാലുകെട്ടിൽ നിന്ന് പുറത്തെടുക്കുന്ന നട തുറക്കൽ നാളെ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ രാവിലെ 5 മണിക്ക് നടത്തുന്ന ചടങ്ങിൽ പങ്കെടുത്ത് ദർശനപുണ്യം നേടാൻ വിദൂരദേശങ്ങളിൽ നിന്നുവരെ ഭക്തർ എത്തിച്ചേരുന്നു. ദർശനപുണ്യം നേടാൻ തലേ ദിവസം വരെ വിശ്വാസികൾ പള്ളിയിലെത്തി പുലരുവോളം കാത്തിരിക്കും. വിശുദ്ധൻ്റെ ദർശനം രോഗസൗഖ്യദായകമാണെന്നാണ് വിശ്വാസം.
പള്ളിവാതിൽ തുറക്കുമ്പോൾ മുതൽ ആഹാരപാനീയങ്ങൾ വെടിഞ്ഞ് പള്ളിവാതിൽ അടയ്ക്കുന്നതുവരെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന വചനമിരിക്കൽ അർത്തുങ്കലിലെ പ്രധാന ചടങ്ങാണ്. കുറുന്തോട്ടി മരത്തിൽ കയറുകൊണ്ട് ബന്ധിച്ച് ശരീരത്തിൽ അമ്പുകൾ തറഞ്ഞു കയറിയ വിശുദ്ധൻ്റെ രൂപം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പുറത്തെടുക്കുന്നത്. നാളെ രാവിലെ 5-ന് പള്ളിയുടെ 4 കെട്ടിൽ നിന്ന് പുറത്തെടുത്ത് ഭക്തജനങ്ങളുടെ ദർശനത്തിനായി പ്രതിഷ്ഠിക്കുന്ന വിശുദ്ധൻ്റെ രൂപം ആദ്യം കാണുന്നതിനുള്ള തിരക്ക് നിയന്ത്രണാതീതമാണ്. 20-ന് പ്രധാന തിരുനാൾ. ഉച്ചയ്ക്ക് 4-ന് വിശുദ്ധൻ്റെ തിരുസ്വരൂപവുമായി കടലോരത്തുള്ള കുരിശടി വരെ നടത്തുന്ന പ്രദക്ഷിണത്തിൽ ഭക്തലക്ഷങ്ങളാണ് പങ്കെടുക്കുക. വാദ്യഘോഷങ്ങളുടെയും പൊൻവെള്ളി കുരിശുകളുടെയും അകമ്പടിയോടെ വിശുദ്ധൻ്റെ രൂപം എഴുന്നള്ളിക്കുമ്പോൾ നെല്ല്, പുഷ്പങ്ങൾ, കുന്തിരിക്കം, വെറ്റില എന്നിവ വിശ്വാസികൾ തേരിൻ്റെ ആകൃതിയിലുള്ള രൂപക്കൂട്ടിലേക്ക് വാരി വിതറും. ഇതാണ് മലയാള മനോരമ 2002 ജനുവരി 17 വ്യാഴത്തിൽ അർത്തുങ്കൽ തിരുനാൾ നട തുറക്കൽ നാളെ എന്നുള്ള ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. 2002 ജനുവരി 18 വെള്ളിയാഴ്ച മലയാള മനോരമയിൽ വന്ന ലേഖനം ശബരിമലയുമായി കെട്ടുപിണഞ്ഞ ഐതിഹ്യ മഹിമ എന്ന ലേഖനത്തിലുള്ള ചില ഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അർത്തുങ്കൽ പള്ളിയുടെ മഹിമ ഉയർത്തുന്ന ഘടകങ്ങളിലൊന്ന് മതമൈത്രി ഊട്ടി വളർത്തുന്ന ആചാരങ്ങളാണ്. ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാർ അർത്തുങ്കലിലെത്തി വെളുത്തച്ഛനെ വണങ്ങി മാലയൂരുന്ന പതിവ് നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരമാണ്. എന്നെ കാണാൻ വരുന്നവർ എൻ്റെ അനുജൻ വെളുത്തച്ഛനെ കൂടി കാണണമെന്ന അയ്യപ്പൻ്റെ അരുളപ്പാടാണത്രേ ഈ ആചാരത്തിന് പിന്നിൽ. ശബരിമല ദർശനം കഴിഞ്ഞ് അർത്തുങ്കലെത്തുന്ന അയ്യപ്പന്മാർ വിശുദ്ധ സെബസ്ത്യാനോസിനെ വണങ്ങി മാലയൂരി വ്രതാനുഷ്ഠാനങ്ങൾ അവസാനിപ്പിക്കുന്നത് ശബരിമല സീസണിൽ കൗതുകമുണർത്തുന്ന കാഴ്ചയാണ്. അയ്യപ്പന്മാർക്ക് കുളിക്കുന്നതിനുള്ള കുളം ഇന്നും സംരക്ഷിക്കുന്നുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസിനെ വണങ്ങി മാലയൂരാൻ എത്തുന്നവരെ സ്വീകരിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിൽ പള്ളി ഭാരവാഹികൾ പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്നു. ജാതിമത ഭേദമന്യേ വിശ്വാസികളെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്ന അർത്തുങ്കൽ പള്ളിയിൽ നിന്ന് ഉയരുന്നത് മതമൈത്രിയുടെ മണിനാഥമാണ്. മലയാള മനോരമ 2003 ജനുവരി 14 ചൊവ്വാഴ്ച മതമൈത്രിയുടെ സ്നേഹ സന്ദേശം പകർന്ന അർത്തുങ്കൽ പള്ളി എന്ന ലേഖനത്തിൽ വന്ന ഭാഗങ്ങളും ഞാൻ വായിക്കാം. മതമൈത്രിയുടെ പുണ്യസങ്കേതമാണ് അർത്തുങ്കൽ വെളുത്തച്ഛൻ്റെ തിരുസന്നിധി. ക്രൈസ്തവ വിശ്വാസികളോളം ഇതര മതവിഭാഗങ്ങളും വെളുത്തച്ഛൻ്റെ അനുഗ്രഹം തേടിയെത്തുന്നു. ശബരിമലയിൽ മകരവിളക്ക് ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാർ അർത്തുങ്കലിലെത്തി വെളുത്തച്ഛനെ വണങ്ങി നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് മാലയൂരുന്ന കാഴ്ച മതമൈത്രിയുടെ സ്നേഹ സന്ദേശമാണ് നൽകുന്നത്. വിശുദ്ധൻ്റെ തിരുസ്വരൂപവും വഹിച്ച് കടപ്പുറത്തെ കുരിശടി വരെ നടത്തുന്ന പ്രദക്ഷിണം ദർശിച്ച് സായുജ്യം നേടാനെത്തുന്ന ഭക്തലക്ഷങ്ങളിൽ നല്ലൊരു പങ്ക് അയ്യപ്പ ഭക്തന്മാരാണ്. പ്രദക്ഷിണം കടന്നു പോകുമ്പോൾ ഭക്തിപ്രകർഷത്തിൽ ഇളകിമറിയുന്ന അയ്യപ്പന്മാർ ഉൾപ്പെടെയുള്ള ജനസഹസ്രങ്ങൾ ആരെയും ആനന്ദിപ്പിക്കുന്ന കാഴ്ചയാണ്. ശബരിമല ദർശനം കഴിഞ്ഞ് എത്തുന്ന അയ്യപ്പന്മാർ അർത്തുങ്കൽ പള്ളിയിലെത്തി വിശുദ്ധ സെബസ്ത്യാനോസിനെ വണങ്ങി മാലയൂരുന്ന പതിവ് നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരമാണ്. അയ്യപ്പന്മാർക്ക് കുളിക്കുന്നതിനുള്ള കുളം ഇപ്പോഴും പള്ളി അങ്കണത്തിൽ പ്രത്യേകം സംരക്ഷിക്കുന്നുണ്ട്. ശബരിമല ശാസ്താവും അർത്തുങ്കൽ വെളുത്തച്ഛനും സഹോദരന്മാരാണെന്ന വിശ്വാസമാണത്രേ അയ്യപ്പ ഭക്തന്മാരെ വിശുദ്ധൻ്റെ സന്നിധിയിലേക്ക് ആകർഷിക്കുന്നത്. ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാർക്ക് വിശുദ്ധനെ ദർശിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ പള്ളി അധികാരികൾ പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്നു. മലയാള മനോരമ 2003 ജനുവരി 1 ബുധനാഴ്ചത്തെ പത്രത്തിൽ വന്ന ചില ഭാഗങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത്. തേരിൻ്റെ മാതൃകയിൽ പണിതീർത്ത രൂപക്കൂട്ടിൽ വിശുദ്ധൻ്റെ തിരുസ്വരൂപവുമായി പ്രദക്ഷിണം ആരംഭിക്കുമ്പോൾ ആകാശത്ത് ചെമ്പരുന്ത് പറക്കുമെന്നത്രേ വിശ്വാസം. 1647 വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം അർത്തുങ്കൽ പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപവും വഹിച്ച് പാരീസിൽ നിന്ന് ദക്ഷിണപൂർവേഷ്യ ലക്ഷ്യമാക്കി ലിയനാർഡ് ഗൊൺസാൽവസ് ഡി ക്രൂസ് എന്ന നാവികൻ്റെ നേതൃത്വത്തിൽ നീങ്ങിയ കപ്പൽ അർത്തുങ്കൽ മേഖലയിലെത്തിയപ്പോൾ കടൽക്ഷോഭത്തിൽപ്പെട്ടുവെന്നും കപ്പൽ മുങ്ങുമെന്നായപ്പോൾ വിശുദ്ധൻ്റെ രൂപം കപ്പൽ അടുക്കുന്ന കരയിൽ പ്രതിഷ്ഠിക്കാമെന്ന്
മനമുരുകി പ്രാർത്ഥിച്ചുവെന്നും തുടർന്ന് കപ്പൽ അർത്തുങ്കൽ തീരത്ത് അടുത്തുവെന്നുമാണ് ഐതിഹ്യം. വിശുദ്ധൻ്റെ തിരുസ്വരൂപ ദർശനം രോഗസൗഖ്യദായകമാണെന്നാണ് വിശ്വാസം. ഈ വിഷയത്തെപ്പറ്റി റവറൻഡ് ജോർജ് മാത്യു പുതുപ്പള്ളി തൻ്റെ അനുഭവങ്ങൾ അനുസ്മരണങ്ങൾ എന്ന പുസ്തകത്തിൽ, അതായത് 2002 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പേജ് 15-16 എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. വൃശ്ചികം പുലരുന്നതോടെ ശബരിമലയിലെ ശരണം വിളിയുടെ അലകൾ അർത്തുങ്കൽ സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലും അലയടിക്കും. പള്ളിയും അപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് തീർത്ഥാടന കേന്ദ്രമായി മാറും. മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും ഊഷ്മളത പകർന്നുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർ അർത്തുങ്കൽ പള്ളിയിലെത്തി മാലയൂരുന്നു. വ്രതം നോറ്റ് കരിമല താണ്ടി അയ്യപ്പനെ വണങ്ങി തീർത്ഥാടന യാത്രയ്ക്ക് സമാപ്തി കുറിക്കുവാൻ. അർത്തുങ്കൽ പള്ളിയിലെ സെബസ്ത്യാനോസ് പുണ്യവാളൻ ഐതിഹ്യങ്ങളിലെ വെളുത്തച്ഛനാണ്. അയ്യപ്പനും വെളുത്തച്ഛനും സഹോദരന്മാരാണെന്നാണ് വിശ്വാസം. എന്നെ കാണാൻ വരുന്നവർ എൻ്റെ സഹോദരൻ വെളുത്തച്ഛനെ കണ്ടു മടങ്ങണമെന്ന് അയ്യപ്പൻ നിർദ്ദേശിച്ചിരുന്നുവെന്നാണ് കഥ. ആ വിശ്വാസത്തിൽ നിന്നാണ് ആചാരരൂപം കൊണ്ടതെന്ന് കരുതപ്പെടുന്നു. പോർട്ടുഗീസുകാർ സ്ഥാപിച്ച സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെ വെള്ളയ്ക്കൽ രൂപത്തിൽ നിന്നാണ് വെളുത്തച്ഛൻ എന്ന പേർ വന്നതെന്ന് വിശ്വസിക്കുന്നു. ശബരിമല യാത്ര ഏറെ ദുർഘടമായിരുന്ന സമയത്ത് സ്ഥലവിശ്വാസികൾ മലയ്ക്ക് പുറപ്പെടുമ്പോൾ സുഖയാത്രയ്ക്ക് അർത്തുങ്കൽ പള്ളിയിൽ നേർച്ചയിട്ടിരുന്നുവത്രേ. സുരക്ഷിതമായി തിരിച്ചെത്തി പള്ളിയിൽ വന്ന് മാല ഊരുന്നതിൽ നിന്നാണ് ചടങ്ങ് രൂപം കൊണ്ടതെന്നും അഭിപ്രായമുണ്ട്. യാദൃശ്ചികമാകാം പള്ളിപ്പെരുന്നാളും മകരവിളക്കും ഏറെക്കുറെ ഒരേ കാലത്താണ്. വാവരെ കണ്ട് അയ്യപ്പനെ വണങ്ങി വെളുത്തച്ഛനു മുന്നിൽ മാലയൂരുമ്പോൾ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മൈത്രിയുടെ മഹാപ്രതിഫലനമായി മാറുന്നു ഇത് റവറൻ ജോർജ് മാത്യു പുതുപ്പള്ളി തൻ്റെ അനുഭവങ്ങൾ അനുസ്മരണങ്ങൾ എന്ന പുസ്തകത്തിൽ 2002 പബ്ലിഷ് ചെയ്തതാണ്. എൻ്റെ 15-16 പേജുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണിത്. ഇതുമാത്രവുമല്ല, വിശുദ്ധരോടുള്ള ഭക്തി, നേർച്ച, വിഗ്രഹങ്ങൾക്കർപ്പിച്ച ഭക്ഷണം, മന്ത്രവാദം, കോഴിവെട്ട്, ചാരായ നേർച്ച, ഇതെല്ലാം ചില സഭകളിൽ ആചാരങ്ങളായിട്ട് നാം കാണുന്നുണ്ട്. വിഗ്രഹങ്ങൾക്കർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണമെന്ന് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് അനേകർ വിഗ്രഹങ്ങൾക്കർപ്പിച്ച ഭക്ഷണം, നേർച്ച എന്ന പരിഷ്കരിച്ച പേരുകൊടുത്ത് ആത്മീയതയുടെ പരിവേഷം ചാർത്തി വെള്ളയടിച്ച് ന്യായീകരിച്ച് ഭക്ഷിച്ചും ആചരിച്ചും പോരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത് വലിയ ഒരു തിന്മ തന്നെയാണ്. പുതുപ്പള്ളി പെരുന്നാൾ എന്ന തലക്കെട്ടിൽ മലയാള മനോരമയിൽ വന്ന ചില പ്രസക്തമായ ഭാഗങ്ങൾ താഴെ ഞാൻ വായിക്കാം. അത് മലയാള മനോരമ 2002 മെയ് 5-ാം തീയതി പേജ് 13-14 ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയാൽ അനേകായിരങ്ങൾ അനുഗ്രഹവും ആശ്വാസവും ലഭിക്കുന്നതിന് വേണ്ടി അനുദിനം സഹദായുടെ സന്നിധിയിലേക്ക് ആത്മപ്രചോദനത്താൽ ആനയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പെരുന്നാൾ ദിവസങ്ങളിൽ സഹസ്രക്കണക്കിന് ഭക്തജനങ്ങൾ നേർച്ച കാഴ്ചകളോടുകൂടി സഹദായുടെ സന്നിധിയിലെത്തി അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു. സഹദായുടെ മധ്യസ്ഥത അഭ്യർത്ഥിക്കുന്നവർക്ക് സർപ്പകോപത്തിൽ നിന്ന് രക്ഷ കിട്ടാനും സന്താന സൗഭാഗ്യമുണ്ടാകാനും മാറാ രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനും ഇടവരുന്നു എന്നുള്ളത് അനുഭവമാണ്. ഈ അനുഭവമാണ് ജാതിമത ഭേദമന്യേ ഒട്ടധികം ഭക്തജനങ്ങൾ നേർച്ച കാഴ്ചകളുമായി അനുദിനം പുതുപ്പള്ളി പള്ളിയിലെത്തി ഉപവസിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും അനുഗ്രഹങ്ങൾ പ്രാപിച്ചും അടങ്ങുവാൻ കാരണം. മാർ ബെഹനാൻ സഹദായുടെ നാമത്തിൽ പുതുപ്പള്ളിയിലെ ആദ്യത്തെ പള്ളി 1558 സ്ഥാപിച്ചു. പിന്നീട് ഇന്ന് കാണുന്ന പള്ളി വിപുലപ്പെടുത്തി പണിതപ്പോൾ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ സ്ഥാപിച്ചു.
പുതുപ്പള്ളിയിലെ പെരുന്നാൾ ദിവസം നടത്തുന്ന വെച്ചൂട്ട് നേർച്ച വളരെ പ്രസിദ്ധമാണ്. പെരുന്നാൾ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 11 മണിക്ക് 301 പറ അരി വേവിച്ച ചോറും ആവശ്യമായ വിഭവങ്ങളോടുകൂടി പള്ളി അങ്കണത്തിൽ വച്ച് തന്നെ ഭക്തജനങ്ങൾക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ ശിശുക്കൾക്കുള്ള ആദ്യ ചോറൂട്ട് ബഹുമാനപ്പെട്ട പുരോഹിതന്മാർ തന്നെ നടത്തുന്നു. പുതുപ്പള്ളി പള്ളിയിലെ പൊന്നിൻ കുരിശ് നൂറ്റാണ്ടുകൾ പ്രസിദ്ധവും പഴക്കവുമുള്ളതാണ്. ഭക്തജനങ്ങൾക്ക് ദർശിക്കുന്നതിന് വേണ്ടി 6-ാം തീയതി 10 മണിക്ക് ത്രാണാസിൽ സ്ഥാപിക്കുന്നതാണ്. ഇടവകക്കാരും സമീപ പള്ളിക്കാരും നാനാജാതി മതസ്ഥരും പുതുപ്പള്ളി എറികാട് ഭാഗങ്ങളിൽ സമ്മേളിച്ച് വിറകുമായി വിവിധ വാദ്യമേളങ്ങളോടുകൂടി എത്തുന്ന ആഘോഷപൂർവമായ ഘോഷയാത്ര ദർശിക്കുവാൻ ആയിരക്കണക്കിന് ആളുകൾ പള്ളിയിലെത്തുന്നു. തുടർന്ന് 10 മുതൽ 12 വരെ പ്രസിദ്ധരായ 2 സെറ്റുകാരുടെ കരിമരുന്ന് കലാപ്രകടനം നടത്തുന്നു. തുടർന്ന് രാത്രി 1 മണിക്ക് നടത്തുന്ന വെച്ചൂട്ട് നേർച്ചയ്ക്കുള്ള അരിയിടിയിൽ ചടങ്ങ് ആഘോഷപൂർവ്വം നടത്തുന്നു. 7-ാം തീയതി വിശുദ്ധ 3-ന്മേൽ കുർബാനയ്ക്ക് ശേഷം വെച്ചൂട്ട് നേർച്ച നടത്തുന്നു. 3 മണിക്ക് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം ആരംഭിക്കുന്നു. പ്രദക്ഷിണത്തെ തുടർന്ന് അപ്പവും കോഴിയിറച്ചിയും നേർച്ചയായി വിളമ്പുന്നു. ആയിരക്കണക്കിന് കോഴികളെ പാകം ചെയ്ത് നേർച്ചയായി ഭക്തജനങ്ങൾക്ക് വിളമ്പുന്നത് പുതുപ്പള്ളി പെരുന്നാളിൻ്റെ മാത്രം പ്രത്യേകതയാണ്. 8 നാടും കീർത്തി കേട്ട പുതുപ്പള്ളിയിൽ ആണ്ടുതോറും മെയ് 5, 6, 7 തീയതികളിൽ നടത്തുന്ന പ്രസിദ്ധമായ പെരുന്നാളിൽ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാനാജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട 10,000-കണക്കിന് ഭക്തജനങ്ങൾ സംബന്ധിക്കുന്നതിനാൽ ഈ പെരുന്നാൾ മഹാമഹത്തെ ഒരു വലിയ മതസൗഹാർദ്ദ സംഗമ വേദിയെന്ന് സംശയലേശമന്യേ വിശേഷിപ്പിക്കാനാവും. വീണ്ടും മലയാള മനോരമ 2002 മെയ് 5-ാം തീയതി അതിൻ്റെ പേജ് 13-14 ബസേലിയസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ എഴുതിയ ലേഖനത്തിൽ നിന്നും ചില ഭാഗങ്ങൾ കൂടി ഞാൻ വായിക്കാം. മലങ്കര സഭയിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന പുണ്യവാന്മാരിൽ ഒരാളാണ് പരിശുദ്ധ ഗീവർഗീസ് സഹദ. കഴിഞ്ഞ നൂറ്റാണ്ട് വരെ പരിശുദ്ധ ദൈവമാതാവ്, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ എന്നീ പരിശുദ്ധർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പള്ളികൾ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്നുവെന്ന വസ്തുത തന്നെ ആ പരിശുദ്ധനോടുള്ള ഭക്തി നമ്മുടെ സഭയിൽ എത്ര വിപുലമായിരിക്കുന്നുവെന്നതിൻ്റെ തെളിവാണ്. ജീവിതകാലത്ത് ദൈവവുമായി നിരന്തര സമ്പർക്കത്തിലിരുന്ന പരിശുദ്ധന്മാർ ഇഹലോകവാസം വെടിഞ്ഞ ശേഷവും ദൈവവുമായി പറ്റിച്ചേർന്നിരിക്കുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു. ആയതിനാൽ വിശ്വാസികൾ അവരെ കർത്താവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥരായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയത്രേ ചെയ്യുന്നത്. അത് അനുഭവബോധ്യമുള്ളതാണ്. ക്ഷുദ്രജീവികളിൽ നിന്നും ഇഴജന്തുക്കളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനും അപകടങ്ങളിൽ നിന്നും പൈശാചിക പ്രവർത്തനങ്ങളിൽ നിന്നും കാത്തുകൊള്ളുന്നതിനുമുള്ള പ്രത്യേക മധ്യസ്ഥനായിട്ടാണ് പരിശുദ്ധ ഗീവർഗീസ് സഹദായ മലയാളികൾ കരുതുന്നത്. പരിശുദ്ധ സഹദായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എത്തുന്ന ഭക്തജനങ്ങളുടെ സംഖ്യ ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. ഭാരതത്തിൽ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള പള്ളികളിൽ ഏറ്റവും പുരാതനമായ ഒന്നാണ് പുതുപ്പള്ളി പള്ളി. ചുരുക്കത്തിൽ ലോകത്തിലുള്ള അപ്പസ്തോലിക ക്രൈസ്തവ സഭകൾ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പ്രാർത്ഥന നമുക്കേവർക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ വിശ്വാസങ്ങൾ. ഇതൊക്കെ ദൈവവചനപ്രകാരമാണോ എന്ന് നാം ചിന്തിക്കണം. മനുഷ്യൻ ദൈവവുമായി നേരിട്ട് ബന്ധപ്പെടാതിരിക്കാനും യഥാർത്ഥ ദൈവത്തെ മനുഷ്യർ അറിയാതിരിക്കാനും വേണ്ടി സാത്താൻ തന്ത്രപൂർവം വികസിപ്പിച്ചെടുത്ത ഒരു കപട ഉപദേശമാണ് മരിച്ചവരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. വിശുദ്ധരോടുള്ള നമ്മുടെ ഭക്തി എത്രയധികമാണോ അത്രയധികം നാം യേശുവിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം. നമ്മൾ മുകളിൽ വായിച്ച ഈ ഭാഗങ്ങളിൽ യേശു ക്രിസ്തു എന്ന ഒരു വാക്ക് പോലും കാണാറില്ല. ഭക്തരോടുള്ള ഭക്തി, ആചാരം, തിരുസ്വരൂപം, അതൊക്കെയാണ് അവിടെ വിഷയമായിട്ട് വരുന്നത്. ആർക്കും 2 യജമാനന്മാരെ ഒരുപോലെ സേവിക്കാൻ കഴിയില്ല.
മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നാം മധ്യസ്ഥരെ പോലെയാണ് ആയിത്തീരുക, അല്ലാതെ ക്രിസ്തുവിനെ പോലെയല്ല. ക്രിസ്തുവിനെ പോലെ അല്ലാതെ മറ്റാരെ പോലെ ആയിത്തീർന്നാലും സാത്താന് വിരോധമില്ല. മനുഷ്യർ ക്രിസ്തുവിനെ അറിയരുത്, അറിഞ്ഞാലും സമീപിക്കരുത്, സമീപിച്ചാലും ക്രിസ്തുവിനെ പോലെ ആയിത്തീരരുത്. ഇതാണ് സാത്താൻ്റെ ലക്ഷ്യം. വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ സാത്താൻ്റെ ലക്ഷ്യം വഞ്ചനയും അതിൻ്റെ ഫലവും നരകവുമായിരിക്കും. ഈ രീതിയിൽ സാത്താൻ്റെ വഞ്ചനയ്ക്ക് ഇരയാകുന്നവർക്ക് നരകശിക്ഷ ലഭിക്കാൻ പോകുന്നത് ദൈവം വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ അവർ മനഃപൂർവ്വം അവഗണിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനത്തെ, പ്രമാണങ്ങളെ മനഃപൂർവ്വം അറിഞ്ഞിട്ടും ഗൗനിക്കാതെ മറ്റു പലതിനും പിന്നാലെ പോകുന്നത് കൊണ്ട് അവർക്ക് അവരുടെ പ്രവൃത്തിക്ക് ഒത്ത ന്യായവിധി ലഭിക്കുമെന്ന് ബൈബിൾ പറയുന്നു. മരിച്ചവരിൽ നിന്നും സഹായം സ്വീകരിക്കാൻ ശ്രമിക്കുന്നതും മരിച്ചവരെ സഹായിക്കാൻ ശ്രമിക്കുന്നതും രണ്ടും ഒരുപോലെ അപകടമാണ്. വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെയും ഉളവാകുന്ന മരിച്ചവരോടുള്ള ബന്ധത്തിലൂടെയും ജീവിച്ചിരിക്കുന്നവരോടുള്ള വ്യക്തി പൂജയിലൂടെയും സാത്താൻ അനേകരെ വിഗ്രഹാരാധകരാക്കി മന്ത്രവാദം ചെയ്യിച്ച് നരകത്തിലെത്തിക്കും എന്ന് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഇതേപ്പറ്റി റവറൻഡ് ജോർജ് മാത്യു പുതുപ്പള്ളി തൻ്റെ അനുഭവങ്ങൾ, അനുസ്മരണങ്ങൾ എന്ന പുസ്തകം 2002 ഇടപ്പള്ളിയിൽ നിന്നും പബ്ലിഷ് ചെയ്തതാണ്. അതിൻ്റെ പേജ് 84 മുതൽ 87 വരെയുള്ള ഭാഗങ്ങളിലെ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം. കോഴിവെട്ട് പോലെയുള്ള അനാചാരങ്ങൾ പ്രാകൃത മന്ത്രവാദ രീതികളുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അവ പോലും സഭകളിൽ ആചരിച്ചു പോരുന്നു എന്നത് അവിശ്വസനീയമായി തോന്നിയേക്കാം. ഈ വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന ചില അനുഭവ സാക്ഷ്യങ്ങൾ താഴെ കൊടുക്കുന്നു. വീട്ടിൽ നിന്നും ഏറെ ദൂരെയല്ല ചരിത്ര പ്രസിദ്ധമായ പുതുപ്പള്ളി വലിയ പള്ളി. ഭീകര സർപ്പത്തെ കുത്തിമലർത്തിയ ഗീവർഗീസ് പുണ്യവാളൻ്റെ നാമത്തിലുള്ള ദേവാലയം. പാമ്പിനെ നേരിട്ടോ സ്വപ്നത്തിലോ കണ്ടാൽ 10 പൈസ നേർച്ചയിട്ടാൽ മതി, പിന്നീടൊരിക്കലും അത് പ്രത്യക്ഷപ്പെടുകയില്ല എന്നതായിരുന്നു പ്രായമുള്ളവരിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച കേട്ടറിവ്. നാട്ടിൽ മാത്രമല്ല ദേശമെങ്ങും പുകൾപ്പെട്ട സെൻറ്റ് ജോർജിൻ്റെ വീരകൃത്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ കേട്ടാണ് ഞാൻ ബാല്യം പിന്നിട്ടത്. സഹദ ഏതവസ്ഥയിലും സഹായിക്കുവാൻ പ്രത്യക്ഷനാകുമെന്നായിരുന്നു പൂർവികരിൽ നിന്നും പകർന്നു കിട്ടിയ വിശ്വാസം. എല്ലാ വെള്ളിയാഴ്ചയും സഹദായുടെ നാമത്തിലുള്ള പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ താഴെ മെഴുകുതിരി കത്തിച്ച് കൈകൾ കൂപ്പി ദീർഘനേരം പ്രാർത്ഥിക്കുക എൻ്റെ പതിവായിരുന്നു. പിത്തള കൊണ്ട് പണിത് വച്ചിരുന്ന സർപ്പത്തിൻ്റെ രൂപത്തിൽ ആദരവോടെ ഞാൻ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു. ആയിടയ്ക്ക് പുണ്യവാളൻ്റെ ആരാധികയും അന്ധയുമായ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ജനങ്ങളെ ആകർഷിക്കുന്നതായി അറിഞ്ഞു. വിവിധ വിഷയങ്ങൾക്കുള്ള മാർഗദർശനത്തിനായി അനേകർ അവരുടെ ഭവനത്തിലെത്തി. വരുന്നവരുടെ സകല വിഷയങ്ങളും ഗീവർഗീസ് സഹദായുടെ ശക്തിയിൽ അവർ മുൻകൂട്ടി പ്രവചിക്കുകയും ചെയ്യും. ഇത് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതോടെ ഞാനും സഹദായുടെ അടുത്ത ആരാധകനായി മാറി. 12 വയസ്സുകാരിയിലൂടെ സംസാരിക്കുന്ന സഹദ മറ്റൊരു ഗ്രാമത്തിൽ ആരാധകരെ അനുഗ്രഹിക്കുന്നത് കാണാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഗീവർഗീസ് പുണ്യവാളൻ്റെ ചരിത്രപ്രസിദ്ധമായ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആരാധകർ കടന്നു വരുമായിരുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ ഒരു മഹോത്സവം തന്നെയായിരുന്നു. പെരുന്നാൾ നേർച്ചകളിലെ ഏറ്റവും പ്രധാന ഇനം കോഴി നേർച്ചയും കോഴിവെട്ടുമായിരുന്നു. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കടന്നു വരുന്ന തീർത്ഥാടകരുടെ കയ്യിൽ ഓരോ വലിയ പൂവൻ കോഴി ഉണ്ടായിരിക്കും. 10,000-കണക്കിന് പൂവന്മാർ പരസ്പരം പോർ വിളിച്ചുകൊണ്ട് അന്യോന്യം കൊത്തിമലർത്തുന്ന കാഴ്ചകളും അവിടെ അരങ്ങേറും. കുട്ടികൾക്കും പ്രായമായവർക്കുമൊക്കെ കണ്ണിനിമ്പം പകരുന്ന ഒരു ദൃശ്യമായിരിക്കും അത്. വെളുപ്പിനെ 5 മണിക്കായിരിക്കും കോഴിയെ വെട്ടുക. വെട്ടുമ്പോൾ നിലത്ത് വീഴുന്ന ചോര നിമിഷനേരങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമാകുമെന്നതാണ് വിശ്വാസികളുടെ അഭിമതം. ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിൽ കോഴിയെ വെട്ടുന്നതിന് നിയുക്തനായ വ്യക്തി അന്നേ ദിവസം അതിരാവിലെ കുളിച്ച് ഈറൻ മാറ്റി ഒരു കോഴിയെയും ഏന്തി ദേവാലയത്തിന് തൊട്ട് എതിർവശത്തുള്ള അമ്പലത്തിൽ പോയി കോഴിയെ വെട്ടും. അതിനുശേഷമേ ദേവാലയ പരിസരത്ത് കോഴിവെട്ട് ആരംഭിച്ചിരുന്നുള്ളൂ.
അതും മതസൗഹാർദ്ദത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും ശുഭകരമായ അടയാളമായേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഭൂമിയിൽ പതിക്കുന്ന കോഴിച്ചോര മുഴുവൻ നിമിഷ നേരങ്ങൾ കൊണ്ട് വറ്റുമെന്നാണ് പൂർവികന്മാർ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നത്. ഇതൊക്കെയും എൻ്റെ ഭക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. ശബരിമല ശാസ്താവും വാവരു സ്വാമിയും ഗീവർഗീസ് പുണ്യവാളനും വകയിൽ സഹോദരന്മാരാണ്. മലയാള മനോരമ, ദീപിക എന്നിവയിൽ വന്ന വാർത്തയായിട്ടാണ് റെഫറൻസ് കൊടുത്തിരിക്കുന്നത്. ഇതിനേക്കാൾ സന്തോഷപ്രദമായ വേറെന്ത് വാർത്തയുണ്ട്? നാം എല്ലാം ദൈവത്തിൻ്റെ മക്കൾ. യേശുവും നബിയും കൃഷ്ണനും ഭദ്രകാളിയും പാർവതിയുമൊക്കെ സഹോദരീ സഹോദര പുത്രന്മാർ. എക്യുമെനിസത്തിൻ്റെ ശക്തി എത്ര വലിയതെന്ന് ബോധ്യമാകാൻ ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു. അമേരിക്കൻ സഭ എന്ന പേരിൽ അർമീനിയയിൽ ഒരു ഓർത്തഡോക്സ് സഭയുണ്ട്. വൈചിത്യമാർന്ന പല നടപടിക്രമങ്ങളും അവർ നടപ്പിലാക്കി വരുന്നു. അവയിലൊന്നാണ് മൃഗബലി. അവരുടെ അനുവാദം കൂടാതെ ഇതര സഭക്കാർക്ക് അവിടെ സുവിശേഷം അറിയിക്കാൻ സാധ്യമല്ല. കോഴിവെട്ട് എന്ന പൈശാചിക നടപടിയെ ശക്തിയുക്തം എതിർക്കാൻ സഭയിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾ തീരുമാനമെടുത്തു. യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചിരുന്ന എനിക്കും ആ ധാർമ്മിക വിപ്ലവത്തിൽ പങ്കാളിയാകാൻ അവസരം ലഭിച്ചു. ദൈവകൃപയെന്ന് പറയട്ടെ, ആളിക്കത്തിയ യുവജന രോക്ഷത്തിന് മുന്നിൽ കോഴിവെട്ട് എന്ന ദുരാചാരവും എന്നേക്കുമായി ദൈവാലയത്തിൽ നിന്നും അപ്രത്യക്ഷമായി. പകരം നേർച്ചയായി ലഭിക്കുന്ന കോഴികളെ ലേലം ചെയ്യുന്നു. ഇനി ജോസഫ് പുലിക്കുന്നേൽ ഇടപ്പള്ളിയിലെ കോഴിവെട്ട് എന്ന ഒരു ലേഖനം മരുപ്പച്ച സമകാലിക പത്രികയിൽ തിരുവല്ലയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന 2002 മെയ് 20 അതിൻ്റെ 6-ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ വായിക്കാം. ക്രിസ്തുവിൻ്റെ പഠനങ്ങൾക്ക് വിരുദ്ധമായ അനേകം ആചാരങ്ങൾ ക്രൈസ്തവ മതത്തിൽ നിലനിൽക്കുന്നു. ഈ അനാചാരങ്ങൾ മതവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് സാധാരണ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. അതിൽ അതിപ്രധാനമായ ഒരു ദുരാചാരമാണ് ഇടപ്പള്ളി പള്ളിയിലെ കോഴി നേർച്ചയും കോഴിവെട്ടും. ഇടപ്പള്ളി പള്ളിയിലെ വിശുദ്ധൻ ഗീവർഗീസ് പുണ്യവാളനാണ്. ഇടപ്പള്ളി പള്ളിയിലെ പെരുന്നാളിന് അതിപ്രധാനമായ നേർച്ച കോഴികളാണ്. ഈ നേർച്ചക്കോഴികളെ ഇടപ്പള്ളിയിലെ റോഡുകളിലും ഇടവഴികളിലും വെച്ച് പരസ്യമായി തലയറുത്തു കൊന്ന് വേവിച്ച് മദ്യവും കൂട്ടി തിന്നുന്നത് പുണ്യവാളന് പ്രീതികരമായ ഒരു നേർച്ചയായി പലപ്പോഴും കരുതപ്പെടുന്നു. അതുകൊണ്ട് ഇടപ്പള്ളി പെരുന്നാൾ വരുമ്പോൾ സമീപവാസികളായ ജനങ്ങൾക്ക് ഭീതിയാണ്. ഇടപ്പള്ളി മുഴുവൻ പരിസര മലിനീകരണം നടത്തുന്ന ഈ കോഴിവെട്ട് എങ്ങനെ ഇവിടെ ഒരു ആചാരമായി എന്നതിന് തെളിവുകളൊന്നുമില്ല. കൊടുങ്ങല്ലൂരായിരുന്നു ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവരുടെ കേന്ദ്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെ നിന്നാണ് ഉൾപ്രദേശങ്ങളിലേക്ക് ക്രൈസ്തവർ കുടിയേറി പാർത്തത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങളിലൊന്ന് കോഴിവെട്ടായിരുന്നു. എന്നാൽ പിന്നീട് 1954 പരസ്യമായുള്ള കോഴിക്കുരുതി സർക്കാർ നിരോധിച്ചു. കോഴിവെട്ടിന് പകരം ശ്രീകോവിലിന് മുന്നിൽ ഒരു കോഴിയെ പറപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനാധാരമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അഖില വിജ്ഞാനകോശമാണ്. ഈ കോഴിവെട്ട് പാരമ്പര്യമായിരിക്കാം ഇടപ്പള്ളി പള്ളിയിൽ പിന്നീട് പുനർജനിച്ചത്. ജോസഫ് പുലിക്കുന്നേൽ എറണാകുളം ആർച്ച് ബിഷപ്പ് മാർ വർക്കി വിധേയത്തിന് അയച്ച കത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം താഴെ കൊടുക്കുന്നു. ഇന്നലെ ഇടപ്പള്ളി വഴി യാത്ര ചെയ്തപ്പോൾ ഇടപ്പള്ളി പള്ളിയിൽ കോഴി നേർച്ച നടത്തി പരസ്യമായി കോഴികളെ കൊന്ന് ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടുള്ള ബാനറുകൾ കാണാനിടയായി. ഇടപ്പള്ളി പള്ളിയിൽ ഗീവർഗീസ് പുണ്യവാളന് നേർച്ചയായി നൽകുന്ന കോഴികളെയാണ് പരസ്യമായി കുരുതി ചെയ്ത് പാകം ചെയ്ത് കഴിക്കുന്നത്. കത്തോലിക്ക വിശ്വാസത്തിൽ ഇത് തികച്ചുമൊരു അനാചാരമാണെന്ന് പറയേണ്ടതില്ലല്ലോ. കേരളത്തിലെ ക്രൈസ്തവർ കൊടുങ്ങല്ലൂരിൽ നിന്നും ഇതര പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചവരാണെന്ന് ചരിത്രം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഒരു കാലത്ത് കോഴിവെട്ട് ഒരു ആചാരമായിരുന്നു. ഇന്ന് ഈ ആചാരം നിയമപ്രകാരം നിർത്തലാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ആചാരത്തിൽ നിന്നാകാം സമീപസ്ഥലമായ ഇടപ്പള്ളി പള്ളിയിലും ഈ കോഴി നേർച്ച ആരംഭിച്ചത്. ക്രൈസ്തവ വിശ്വാസത്തിൽ ഒരിടത്തും പള്ളിക്ക് സമീപം കോഴിയെ കൊന്ന് പാകം ചെയ്ത് കഴിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല.
അതിനാൽ ഇത് തികച്ചും അനാചാരമാണ്. ഇതിനു പുറമെ കോർപ്പറേഷൻ അതിർത്തിയിൽ ആളുകൾ കൂട്ടമായി വന്ന് കോഴി വെട്ടി പരിസര മലിനീകരണം നടത്തുന്നതും അനാവശ്യവും നിയമവിരുദ്ധവുമാണ്. ഇതാണ് ജോസഫ് പുലിക്കുന്നേൽ തൻ്റെ ലേഖനത്തിൽ മരുപ്പച്ച സമകാലിക പത്രികയിൽ 2002 മെയ് 20 പത്രികയിൽ ഇടപ്പള്ളിയിലെ കോഴിവെട്ട് എന്ന ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം. വീണ്ടും റവറൻ ജോർജ് മാത്യു പുതുപ്പള്ളി തൻ്റെ അനുസ്മരണങ്ങൾ എന്ന പുസ്തകത്തിൽ 14-15 പേജുകളിൽ 2002 ഇടപ്പള്ളിയിൽ നിന്നും പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതിൽ പറയുന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ വായിച്ച് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. കടമറ്റം പള്ളിയിൽ നിലനിന്നിരുന്ന ചാരായ നേർച്ച എന്ന പൈശാചിക ആചാരം അവസാനിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ, അതായത് പത്രോസ് മാർ ഒസ്താത്തിയോസ് മെത്രാപ്പൊലീത്ത ഏറ്റവും തിളക്കമാർന്ന സംഭാവന. പത്രോസ് പൗലോസ് ലിഹന്മാരുടെ ഓർമ്മ പെരുന്നാൾ ദിവസം കൊച്ചുകുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെ സ്ത്രീ പുരുഷ ഭേദമന്യേ ചാരായം കുടിച്ചുകൊണ്ട് നടത്തുന്ന ആഘോഷം നിലനിന്നിരുന്നു. മദ്യം സേവിക്കാൻ വിസമ്മതിക്കുന്ന പെൺകുട്ടികളോട് ദേവാലയത്തിൽ സ്ഥാപിച്ചിരുന്ന ചിത്രത്തിലെ 12 ശിഷ്യന്മാരുടെ കണ്ണുകൾ ശ്രദ്ധിച്ച് ചുവന്ന് കലങ്ങിയിരിക്കുന്നത് കണ്ടോ, നിങ്ങളും ചാരായ നേർച്ചയിൽ പങ്കുകൊണ്ട് കണ്ണ് ചുവപ്പിച്ചില്ലെങ്കിൽ ശ്ലീഹന്മാർ കോപിക്കും എന്ന് മുതിർന്നവർ പറയും. ഇത് കേട്ട് പരിഭ്രമിക്കുന്ന പെൺകിടാങ്ങൾ ദൈവശാപം കിട്ടാതിരിക്കാൻ ചാരായം കുടിക്കും. ഈ കടുത്ത ദുരാചാരത്തിനെതിരെ ഒസ്താത്തിയോസ് മെത്രാപ്പൊലീത്ത ഘോരയുദ്ധം തന്നെ നടത്തി. വിദ്യാസമ്പന്നരായ യുവാക്കളെ സംഘടിപ്പിച്ച് ബോധവൽക്കരണം നടത്തി. ചാരായം കുടിച്ചാലാണ് പിതാക്കന്മാർ കോപിക്കുന്നതെന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു. ആർത്തിരമ്പിയ യുവ ശബ്ദത്തിൻ്റെ ശക്തിയാൽ ആ ദുരാചാരം എന്നേക്കുമായി അവസാനിപ്പിച്ചു. ഇതാണ് ജോർജ് മാത്യു പുതുപ്പള്ളി തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിന്മയെന്ന് കണ്ട് അമ്പലത്തിൽ പണ്ടേ നിർത്തിയത് പള്ളികളിൽ പുണ്യമായി കരുതി ആഘോഷിക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനം? അത് എന്തുകൊണ്ടാണ്? അത്തരം വെളിച്ചമില്ലാത്ത ആത്മീയ നേതാക്കളാണ് സഭകളെ നടത്തിയിരുന്നത് എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം. യേശുവിൻ്റെ പേരിൽ അനേകം ദുരാചാരങ്ങൾ പാരമ്പര്യങ്ങളിലൂടെ നിലനിർത്തി മന്ത്രവാദം നടത്തുന്നതിൻ്റെ പിന്നിലുള്ള ശക്തികൾ ഏതാണ്? ഈ വഞ്ചനയുടെ പിന്നിൽ ആരാണ്? ഇത്തരം സംഭവങ്ങൾ ഇടപ്പള്ളിയിൽ മാത്രമാണോ സംഭവിക്കുന്നത് എന്ന് നാം പരിശോധിക്കണം. ഇന്നും ഇത്തരം പൈശാചികമായ വചനവിരുദ്ധമായ ആചാരങ്ങൾ പല രൂപത്തിലും സമുദായ സഭകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിനെതിരെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രതികരിക്കുവാൻ വിദ്യാസമ്പന്നരായ യുവശക്തി മുന്നോട്ട് വരണം. എങ്കിലേ സമൂഹം ഭേദപ്പെടുകയുള്ളൂ, സഭ ഉണരുകയുള്ളൂ എന്നുള്ള ഒരു സന്ദേശം പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.